ഐ ആം ഗെയിം ഏറ്റവും കൂടുതൽ ആൾക്കാർ മലയാളികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിലറായിരുന്നു. നമ്മുടെ ദുൽഖറിന്റെ ബർത്ത്ഡേക്ക് പ്രതീക്ഷിച്ചു, അന്ന് വന്നില്ല, എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ട്രെയിലർ വന്നു. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ്. ഞാൻ ആ ട്രെയിലർ നമുക്ക് മൊത്തം കാണുമ്പോൾ നമുക്ക് തോന്നിയത് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ്. RDXന്റെ ഡയറക്ടർ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര നല്ല സൂപ്പർ കളർ ഗ്രേഡിങ്. ചമൻ ചാക്കയാണ് എഡിറ്റിംഗ്. ജിംഷി ഖാലിദിന്റെ ക്യാമറ, ഇതെല്ലാം കൂടെ സെറ്റായി വന്നിട്ട് നമ്മുടെ പാൻ ഇന്ത്യൻ സൂപ്പർ താരം ദുൽഖറിന്റെ ഏറ്റവും സ്റ്റൈലിഷ് കഥാപാത്രമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഐ ആം ഗെയിം ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിൽ നല്ല ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഗംഭീര മേക്കിങ്, എഡിറ്റിങ്, ക്യാമറ, പാട്ട്, ഡാൻസ്, ഫൈറ്റ് എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും പിടി തരാത്ത രീതിയിൽ അടിപൊളിയായിട്ടാണ് ട്രെയിലർ മേക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വേണം ട്രെയിലർ ആക്കാൻ. ഇത് സിനിമ വരുമ്പം ഇതൊരു നല്ല ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ അങ്ങനെയാണല്ലോ, കണ്ടന്റ് ഗംഭീരവും നല്ല മേക്കിങ്ങും ആണെങ്കിൽ അത് പിന്നെ പാൻഡ്യ തൂക്കി അടിക്കാനുള്ള സ്റ്റാറുമാണ് ദുൽഖറും. അന്നേരം പിന്നെ അതിനകത്ത് വേറെ ഇല്ല. ജെയ്ക്സ് വിജയുടെ മ്യൂസിക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഗംഭീരമായിട്ടുണ്ട്. ലാസ്റ്റ് പാർട്ടൊക്കെ വരുമ്പോഴത്തേനും ജെയ്ക്സ് വിജയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള മ്യൂസിക് ഒക്കെ സൂപ്പറാണ്. അന്നേരം ഇതെല്ലാം ഒത്തു വന്ന് തിയേറ്ററിൽ കണ്ടന്റൂടെ സൂപ്പർ ആണെങ്കിൽ ഈ പടം ദുൽഖറിന് പറ്റുന്ന കുറേ ഏരിയ ഉണ്ട്. ഇപ്പോൾ കാർ ചേസിങ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ദുൽഖറിന് പറ്റുന്ന കുറേ കാര്യങ്ങളോടൊക്കെ ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് തൂക്കിയടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം കണ്ടന്റിന്റെ ബേസ് ചെയ്തിട്ടിരിക്കും. മേക്കിംഗ് സൂപ്പർ ആയിരിക്കും എന്നുള്ളത് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബാക്കി എല്ലാം സൂപ്പറാണ്, കാരണം ടീം എല്ലാം അടിപൊളിയാണ്. അത് എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആണെങ്കിലും എല്ലാവരും, താരങ്ങളായാലും എല്ലാവരും സൂപ്പറാണ്. തിയേറ്ററിൽ വന്നിട്ട് ഇതിൻ്റെ ഈ ഒരു റിപ്പോർട്ട് കിട്ടിയത് ഗംഭീര മേക്കിംഗ്, ലോകയ്ക്കൊക്കെ കിട്ടിയ പോലെ ഗംഭീര മേക്കിങ്ങും സൂപ്പർ കണ്ടന്റും അടിപൊളി പടമെന്ന് കേൾക്കുന്ന ഒരു രീതി വന്നാൽ പാൻ ഇന്ത്യ തൂക്കിയിടിച്ചെന്നുള്ളത് ഉറപ്പിക്കാം.